ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും സുഖമാണോ? ഞാൻ ഇന്നൊരു അടിപൊളി വീഡിയോസ് ആയിട്ടാണ് വന്നത്. എല്ലാവർക്കും ഉള്ള പ്രശ്നമാണ് മുടി കൊഴിച്ചിൽ. ജെൻസിനായാലും ലേഡീസിനായാലും കുട്ടികൾക്കായാലും മുടി കൊഴിച്ചിൽ എല്ലാവർക്കും ഉണ്ട്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. നല്ലൊരു വീഡിയോസ് ആണ്. നാച്ചുറൽ ആയിട്ടുള്ള പൈസ ഒന്നും ചിലവാക്കേണ്ട ആവശ്യമില്ല. നമ്മളെ കിച്ചണിലുള്ള സാധനങ്ങളാണ്, ചെറിയ ചെറിയ ഐറ്റംസ് ആണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം, കണ്ടു നോക്കണം, സ്കിപ്പ് ചെയ്യാണ്ട് നോക്കണം. നല്ലൊരു വീഡിയോ ആണ്. എല്ലാവർക്കും ഹെയർ എൻ്റെ മുടിയിലൊക്കെ നല്ല ഡാൻഡ്രഫ് ഉണ്ട്. ഡാൻഡ്രഫ് ഒക്കെ പോയി ഹെയർ ഉള്ളിൽ നിന്ന് ഗ്രോത്ത് വന്നുകൊണ്ടിരിക്കും. അത് ഉപയോഗിച്ചാൽ നല്ലൊരു സ്പ്രേ ആണ്. നൈറ്റിൽ കിടക്കുന്ന ടൈമിൽ യൂസ് ചെയ്യുക. അല്ലാത്തവർക്ക് പിന്നെ പകല് തന്നെ 2 മണിക്കൂർ ഇടപെട്ടോ അല്ലാതെയോ എങ്ങനെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് യൂസ് ചെയ്യാവുന്നതാണ്. സ്കാൾപ്പിലാണ് അടിച്ചു കൊടുക്കേണ്ടത്. സ്പ്രേ എപ്പോഴും സ്കാൾപ്പിൽ അടിച്ചു കൊടുക്കണം. നല്ല ഒരു മാസത്തിനുള്ളിൽ നല്ല പുതിയ ഹെയർ ഗ്രോത്ത് ചെയ്ത് വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാനിപ്പോൾ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് ദിവസങ്ങളെ ആയിട്ടുള്ളൂ. അപ്പോൾ ചെറിയ മാറ്റം കാണുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ വീഡിയോസ് ഇട്ടത്. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് എങ്ങനെ തയ്യാറാക്കേണ്ടതെന്ന് നോക്കാം. എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് നോക്കണേ. അപ്പോൾ നമുക്ക് ഹെയർ സ്പ്രേ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. നല്ലൊരു സ്പ്രേ ആണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. നല്ല ഹെയർ ഗ്രോത്ത് വരും. പിന്നെ പൊഴിഞ്ഞ മുടി, ഡാൻഡ്രഫ് എല്ലാറ്റിനും നല്ലതാണ്. എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം. ആദ്യം ഒരു വലിയ പാത്രം എടുക്കുക. അതിലേക്ക് 4 ഗ്ലാസ് വെള്ളം വേണം. 4 ഗ്ലാസ് വെള്ളം എടുക്കുക. 4 ഗ്ലാസ് എടുത്താൽ എന്താ വെച്ചാൽ അത് കുറുകി 2 ഗ്ലാസ് ആവുന്നത് വരെ നമ്മൾ വെക്കണം. 4 ഗ്ലാസ് വെള്ളം എടുത്തതിന് ശേഷം അത് തിളച്ച് തുടങ്ങി. 4 ഗ്ലാസ് വെള്ളമാണ് എടുത്തത്. ഞാൻ ഓരോ ഇൻഗ്രീഡിയൻസും ഇട്ട് കൊടുക്കലായി. പിന്നെ ഇത് ഒരു 15 മിനിറ്റ് എന്തായാലും തിളപ്പിച്ചെടുക്കണം. 15 മിനിറ്റിന് ശേഷം മാത്രം ഓഫ് ചെയ്യുക. തണുത്തതിന് ശേഷം മാത്രം ബോട്ടിലേക്ക് ഒഴിക്കുക. അതിന് മുന്നേ വൈറ്റമിൻ ഇ ടാബ്ലറ്റ് പൊട്ടിച്ചൊഴിക്കും വേണം. തിളച്ച് തുടങ്ങുമ്പോൾ അതിലേക്ക് നമ്മൾ പച്ചരി ഇല്ലേ, എല്ലാവരുടെയും വീട്ടിലും ഉണ്ടാകുന്ന പച്ചരി, നമ്മൾ അപ്പത്തിനൊക്കെ ഉപയോഗിക്കുന്നത് ആ അരി നല്ലത്. ഇത് ഞാൻ കഴുകിയിട്ടില്ല, എടുത്തതേ ഉള്ളൂ. ഇത് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം തിളച്ച വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തതിന് ശേഷം ഫസ്റ്റ് വേണ്ടത് ഇതാണ് പച്ചരി. രണ്ടാമത് നമുക്ക് വേണ്ടുന്നത് ഉലുവ. ഉലുവ ഒരു 3 സ്പൂൺ. പച്ചരി ഞാൻ 4 സ്പൂൺ എടുത്തിട്ടുണ്ടായിരുന്നു. ഉലുവ ഒരു ചെറിയ സ്പൂണിൽ 3 സ്പൂൺ മതി. 3 സ്പൂൺ വേണം. 3 സ്പൂൺ ഉലുവ എടുത്തിട്ടുണ്ട്. ഇതും അതേപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം മാത്രം തിളച്ച വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് ആണ്, നമ്മളെല്ലാ വീട്ടിലും ഉണ്ടാവും. ഇല്ലെങ്കിൽ അടുത്തുള്ള വീട്ടിൽ നിന്നാൽ മറ്റും ചോദിച്ച് വാങ്ങിയെടുക്കുക. എല്ലാവരും വീട്ടിലുണ്ടാവും തന്നെ വിശ്വാസം. പൈസ കൊടുത്ത് വാങ്ങേണ്ട സാധനമൊന്നുമല്ല. പേരയില. പേരയില നമുക്ക് നമ്മുടെ മുടിക്ക് എത്രത്തോളം നല്ലതാണെന്ന് എല്ലാവർക്കും അറിയും. പേരയിലയും മുടിക്ക് ഏറ്റവും നല്ലതാണ്. മുടിക്ക് ഡാൻഡ്രഫിന് നല്ലൊരു സാധനമാണ് പേരയില. അത് ഈ സ്പ്രേയിൽ ഉൾപ്പെടുത്തേണ്ട ഒരു കാര്യം തന്നെയാണ്. നമ്മൾ മൂന്നാമത്തെ ഇൻഗ്രീഡിയൻസ് ആണ് പേരയില. ഒരു 5 എണ്ണം എടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ. ഒരു 5 ഇല എടുത്തിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഡാൻഡ്രഫിന് ഏറ്റവും ബെസ്റ്റാണ് പേരയില. പിന്നെ വേണ്ടുന്നത് നമ്മളെല്ലാ വീട്ടിലും ഉണ്ടാവുമായിരിക്കും മുരിങ്ങയില. മുരിങ്ങയില നിർബന്ധമായിട്ടും വേണം. മുരിങ്ങയില മുടി നന്നായിട്ട് വളരാൻ സഹായിക്കുന്ന ഒന്നാണ്. ഇത് പിന്നെ മുരിങ്ങയില കറിയിലും നമ്മൾ ഉപയോഗിക്കും. അതേപോലെ പിന്നെ ചില ആൾ പാക്ക് ആക്കിയിട്ട് യൂസ് ചെയ്യാറുണ്ട്. നമുക്ക് സ്പ്രേ മതി. സ്പ്രേ ഏറ്റവും എളുപ്പവും. ഉണ്ടാക്കാൻ കുറച്ച് പാടാണ്. പക്ഷേ നമുക്ക് മുടിയിൽ എപ്പോഴും ജസ്റ്റ് ഒന്ന് കിടക്കുന്ന ടൈമിലൊക്കെ ഒന്ന് അടിച്ചു കൊടുത്താൽ മതി. അല്ലെങ്കിൽ കുളിച്ച് കഴിഞ്ഞതിന് ശേഷം സ്പ്രേ ഒന്ന് അടിച്ചു കൊടുത്താൽ മതി. എളുപ്പമാണ്. പാക്കൊക്കെ ഇട്ട് നിൽക്കാൻ കുറേ ടൈം എടുക്കും. പിന്നെ അത് തലയിൽ ഒലിച്ച് വരും, ബുദ്ധിമുട്ടായിരിക്കും. അതിനേക്കാൾ നല്ലതാണ് സ്പ്രേ. 1 മാസത്തോളം നമുക്ക് ഉപയോഗിക്കാം. പേടിക്കാനൊന്നുമില്ല. കുറച്ച് നല്ലോണം ഉണ്ടാക്കി വെച്ചാലും കുഴപ്പമൊന്നുമില്ല. ലാസ്റ്റായിട്ട് വേണ്ടുന്ന ഒരേ ഒരു ഇൻഗ്രീഡിയൻസ്, ഇത് നമ്മൾ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് വാങ്ങണം. വൈറ്റമിൻ ഇ ടാബ്ലറ്റ് ആണ്. ഇതൊരു 3 എണ്ണം എടുത്തിട്ടുണ്ട്. ഇത് ഉണ്ടാക്കി തിളച്ച് തണുത്തതിന് ശേഷം മാത്രം പൊട്ടിച്ച് ഒഴിക്കുക. ഒരു 3 എണ്ണം. ഇത് നല്ലതാണ് വൈറ്റമിൻ ഇ ടാബ്ലറ്റ്. ഞാൻ 3 എണ്ണം എടുത്തത്. 3ഓ 4ഓ എടുക്കുക. കൂടുതൽ എടുക്കണ്ട. 3ഓ 4ഓ, അതിനപ്പുറം ആവശ്യമില്ല. ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടത്. പച്ചരി കഴുകി വൃത്തിയാക്കിയത്, ഉലുവ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇടുക. പിന്നെ പേരയിലയും മുരിങ്ങയിലയും. അവസാനം വേണ്ടത് വൈറ്റമിൻ ഇ ടാബ്ലറ്റ്. ഇത്രയും ഇൻഗ്രീഡിയൻസ് വേണം. ഒരു ഇൻഗ്രീഡിയൻസ് കൂടി ഇതിലേക്ക് ചേർക്കുക ആവശ്യമുള്ളവർക്ക്. ഒനിയൻ ഞാൻ ചേർത്തിട്ടില്ല, എനിക്ക് വിട്ടുപോയതാണ്. സത്യം പറഞ്ഞാൽ എനിക്കത് മറന്നു പോയതാണ്.
പിന്നെ ഇത് വൃത്തിയായി കഴുകിയിട്ട് 4 കഷ്ണങ്ങളാക്കി മുറിച്ചിട്ട് അതിൻ്റെ കൂടെ ഇതും ചേർക്കാവുന്നതാണ്. ഒനിയൻ നല്ലതാണ് മുടിക്ക്, ഹെയർ ഗ്രോത്തിന് ഏറ്റവും നല്ലൊരു സാധനം തന്നെയാണ്. എനിക്ക് മറന്നു പോയതാണ്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ചേർക്കാം. ഞാൻ ചേർത്തിട്ടില്ല, നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് ചേർക്കാവുന്നതാണ്. എല്ലാവരും തയ്യാറാക്കുന്നത് എങ്ങനെ കണ്ടല്ലോ, ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. പിന്നെ 15 മിനിറ്റ് നിർബന്ധമായും 15 മിനിറ്റ് അത് വെക്കണം. പിന്നെ തണുത്തതിന് ശേഷം മാത്രമേ ബോട്ടിലേക്ക് ഒഴിച്ചു വെക്കാവൂ. പിന്നെ 3 വൈറ്റമിൻ ഇ ടാബ്ലറ്റ് മിക്സ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഒനിയൻ എനിക്കിടാൻ മറന്നു പോയതാണ്, സോറി, എല്ലാവരും ക്ഷമിക്കണം. ഞാൻ ഒനിയൻ മാറ്റി വെച്ചത് അത് മോളാ മറ്റും എടുത്ത് മാറ്റിയതാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് അത് വിട്ടുപോയതാണ്. നിങ്ങളെല്ലാവരും ഒനിയൻ ചേർക്കാൻ മറക്കരുത്. ഒരെണ്ണം ഒരു മീഡിയം എടുത്തിട്ട് കട്ട് ചെയ്ത് 4 പീസായിട്ട് അതിലിടേണ്ടതാണ്. പിന്നെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. ഡാൻഡ്രഫ്, പിന്നെ ഹെയർ ഫോൾ എല്ലാം നിൽക്കും. പിന്നെ മുടി നല്ല ഗ്രോത്തായി ഉള്ളിൽ നിന്ന് പുതിയ മുടി മുളച്ച് വരുന്നതാണ്. എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം. കഷണ്ടി ഇല്ലവരും ഇല്ലാത്തവരും എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം. ഇപ്പോൾ പിന്നെ ചൂടൊന്നുമില്ല, നല്ല ക്ലൈമറ്റാണ്. മുടി വളരാൻ നല്ലോണം സഹായിക്കുന്ന ഒരു ഹെയർ സ്പ്രേ ആണിത്. എനിക്ക് തയ്യാറാക്കിയിട്ട് ഇത്രയും കിട്ടിയിരുന്നു. ഇതിൽ വെള്ളമോ ഒന്നും വേറെ എക്സ്ട്രാ മിക്സ് ചെയ്യാൻ പാടില്ല. ഇത് തണുത്തതിന് ശേഷം മാത്രം ബോട്ടിലേക്ക് ഒഴിച്ചു മാറ്റുക. ഇത് നൈറ്റിൽ ഡേയിലും എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് മുടിയിൽ. ഇങ്ങനെ സ്കാൾപ്പിൽ ലെയറായി എടുത്തതിന് ശേഷം മാത്രം ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒരു 5 മിനിറ്റ് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുത്താൽ മതി. എല്ലാവരും തയ്യാറാക്കി നോക്കണം. പിന്നെ ഇത് അങ്ങനെ പെട്ടെന്നൊന്നും കേടായി പോയില്ല. ഇത് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാവുന്നതാണ്. നോർമൽ കൂളിങ്ങിൽ വെച്ചാൽ മതി, ഫ്രീസറിലൊന്നും വെക്കാൻ പാടില്ല. പിന്നെ ഇത് നൈറ്റിലും ഡേയിലും നമുക്ക് ഹെയറിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഒരു 5 മിനിറ്റ് മസാജിങ് കൊടുക്കണം. പിന്നെ 1 മാസത്തിനുള്ളിൽ നല്ല റിസൾട്ട് ആയിരിക്കും. എല്ലാവരും ചെയ്ത് നോക്കണം. പിന്നെ എന്തുണ്ടെങ്കിലും കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. എല്ലാവരും ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നാളെ നല്ലൊരു വീഡിയോസായിട്ട് ഞാൻ വരും. ഓക്കെ, ബൈ, താങ്ക് യു.